ഹലോ ട്രേഡേഴ്സ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ് സ്റ്റോപ്പ് ലോസ്, അതേപോലെ തന്നെ എന്താണ് ടാർഗറ്റ് എന്നാണ്. ഇപ്പോൾ നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്തു. അതൊരു ബൈ ട്രേഡ് ആവും, സെൽ ട്രേഡ് ആവും, വാട്ട് എവർ. ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റിസ്ക്, അതായത് നമ്മുടെ ക്യാപിറ്റലിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്ര റിസ്ക് ആണോ മാർക്കറ്റ് ഇൻവോൾവ് ആകുന്നത്, അതായത് നോർമലി ഇതിന് ഒരു റേഷ്യോ ഉണ്ട്. നോർമലി ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ 1% റിസ്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്ന റൂളായിട്ട് പറയാം. പക്ഷേ ഒരിക്കലും എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ ഒരിക്കലും 1% റിസ്ക്കിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ക്യാപിറ്റലിന് 1% റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റബിലിറ്റി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ ഒരു 1.5% ടു 2% ഞാൻ റിസ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്കിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് ഓവറായിട്ട് റിസ്ക് ഇൻവോൾവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് പ്രോപ്പർലി നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് മാർക്കറ്റ് എങ്ങനെയൊക്കെ ഡൗണിലോട്ട് വരും, അല്ലെങ്കിൽ ഒരു ബൈ ട്രേഡ് ഇട്ടു, ഇനി കുറച്ചുകൂടി ഡൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഹിറ്റ് ചെയ്യരുത് ലോസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് ലോഡ് സൈസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ലോഡ് സൈസും സ്റ്റോപ്പ് ലോസും നമ്മളുടെ കൺഫിഗറേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിസ്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. US30 കണ്ടീഷനിൽ നമ്മൾ ഇവിടെ നിന്നൊരു ബൈ എടുത്തിട്ട് ഡെയിലി സെറ്റപ്പിൽ നമ്മളൊരു ബൈ ഇനിഷ്യേറ്റ് ചെയ്ത പർട്ടിക്കുലർ പോയിന്റ് ഇതായിരുന്നു. അപ്പോൾ മാർക്കറ്റ് എന്താ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്നാണ് ഞാൻ ബൈ എടുത്തത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ ബൈയിങ് ഏരിയ ഇവിടെ നിന്നാണെന്നെങ്കിലും മാർക്കറ്റ് എന്ത് കുറച്ചുകൂടി ഫ്ലക്ച്വേറ്റ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്, അതായത് റണ്ണിങ് ലോസിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബൈ എടുത്തപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തത് എൻ്റെ ഈ ഒരു സപ്പോർട്ടിന് താഴെയായിട്ടായിരുന്നു. അതായത് മാർക്കറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട്. അപ്പോൾ എന്താ വെച്ചു, മാർക്കറ്റ് കുറച്ച് നേരം ലോസിൽ റൺ ചെയ്തിട്ടാണെങ്കിലും എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്ത് പ്രോഫിറ്റിലോട്ട് കയറി. പക്ഷേ ഇൻ കേസ് എനിക്ക് നഷ്ടമാണ് വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എക്സിറ്റായി മാറും. അതായത് ഞാൻ മാനുവൽ എക്സിറ്റ് ആവാതെ തന്നെ എന്ത് ചെയ്യും, റൺ ചെയ്യുന്ന ട്രേഡ് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയി പോകും. ഈ ഒരു കണ്ടീഷനെ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സെഗ്മെൻറ്റിനെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയാനായിട്ട് ഇത് ഡെയിലി ബേസിസ്ഡ് ആയിട്ടുള്ള ട്രേഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഒരു 490 അറൗണ്ട്സ് ഒരു 500 പോയിൻറ്റ്സ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു US30. കാരണം ഇതൊരു സ്റ്റോക്ക് സെഗ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ പോയിൻറ്റ്സിലായിരിക്കും പറയുക. അപ്പോൾ 400 പോയിൻറ്റ്സോളം സ്റ്റോപ്പ് ലോസും അത്യാവശ്യം ഒരു ടാർഗറ്റ് ഡയറക്ഷനും ഞാൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹോൾഡിംഗ് ട്രേഡാണ്, എൻ്റെ ടാർഗറ്റ്സ് കിടക്കുന്നത് ഇത്രയും പർട്ടിക്കുലർ റേഞ്ചിലാണ്. സോ ഇതൊരു ഹോൾഡിംഗ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ടാർഗറ്റും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എപ്പോഴും കൺട്രോൾ ചെയ്യുക, അതായത് മാർക്കറ്റിലെ റിസ്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് ലെവൽ ഇതാണ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ഈ ഒരു പ്രൈസ് ഹിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ട്രേഡ് ക്ലോസ് ആവുകയും അത് പ്രോഫിറ്റിൽ എക്സിറ്റ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ലോസാണ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് ക്ലോസ് ആവുകയും ലോസിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ കറൻ്റ്ലി ഞാനിവിടെ നിന്ന് ഒരു ഇൻ കേസ് എൻ്റെ ലോസാണ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു 500 പോയിൻറ്റിൻ്റെ ലോസ് എനിക്ക് മീറ്റ് ചെയ്യും. ഇപ്പോൾ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1790 പോയിൻറ്റിൻ്റെ അറൗണ്ട്സ് ഒരു 2.5% എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ്. 2.5% അല്ല, 2.5x എനിക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ പറ്റും. സോ ഇത് തന്നെയാണ് നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ. നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ റിസ്ക് എടുക്കുന്നോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 2.5% ഓഫ് റിവാർഡെങ്കിലും നമുക്ക് ഗെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. സോ എപ്പോഴും ഈ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. മിനിമം ഒരു 2.5 എങ്കിലുള്ള ട്രേഡ്സ് ആയിരിക്കണം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സംടൈംസ് നമ്മൾ നോക്കുമ്പോൾ ഹൈ പ്രോബബിലിറ്റീസ് ഒക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇൻ കേസ് ഒരു റിവാർഡ് കുറവാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഈ ലോഡ് സൈസ്, അതായത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ബൈയിങ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സെല്ലിങ് കമ്പാരിറ്റീവ്ലി നിങ്ങൾ കുറയ്ക്കണം. കാരണം നമുക്ക് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഹ്യൂജ് ലെവൽ ഓഫ് റിസ്ക് റിവാർഡ് റേഷ്യോ ഈസ് എ ബിഗ് സ്കാം എന്ന് ഞാൻ വരുന്നവരെ പറയും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ നമ്മൾ വലിയൊരു ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ചെറിയൊരു ഫണ്ട് വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഇഷ്യൂ ആയിരിക്കില്ല. കാരണം വലിയ ഫണ്ടൊക്കെ വെച്ച് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് അനുസരിച്ച് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർലി നമ്മൾ ചെയ്തു വരുമ്പോൾ ഹ്യൂജ് RR എന്ന് പറയുന്നത് തന്നെ അത്ര വലിയ നല്ല കൺസെപ്റ്റ് അല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പ്രൊഡക്റ്റീവ്ലി നമുക്കൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2.5 റിസ്ക് റിവാർഡെങ്കിലും ഉള്ള ട്രേഡ്സ്
നിങ്ങൾ എന്ത് ചെയ്യുക, ഇനീഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം. സംടൈംസ് നമ്മളൊരു മെത്തേഡ്സ് വെച്ചിട്ട് SMC അതേപോലെയുള്ള ഡിഫറൻസ് ആയിട്ടുള്ള മെത്തേഡ്സ്, സ്മാർട്ട് മണി അതേപോലെ തന്നെ MMXM അങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ എടുക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡ്സ് വെച്ചെടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി റിസ്ക് ഹിറ്റിംഗ് റേഷ്യോസ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. സോ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മെത്തേഡുകളും ഇതിനായിട്ട് ക്ലബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഫണ്ടഡ് ഫേംസ് പാസ്സാക്കുന്നതും മില്യൺസ് ഓഫ് ഫണ്ട് അക്കൗണ്ടിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇമോഷണലി നിങ്ങളൊരു ഫണ്ട് ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ തുടങ്ങും. സോ അങ്ങനെയുള്ള ഇമോഷൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹയർ ക്വാണ്ടിറ്റി ഓഫ് ബൈയിങ് വെക്കുന്നതിനോടൊക്കെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നോർമലി നിങ്ങളൊരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാണ്ടിറ്റി ഓഫ് ബൈയിങ് മാത്രം ആഡ് ചെയ്തിട്ട്, അതായത് ലോട്ട് സൈസ് എന്ന് പറയുന്നത് പ്രോപ്പർ ഹാൻഡിൽ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. കാരണം നോർമലി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ്ലി ഫണ്ട് ഉണ്ടാക്കുക. ആസ് ട്രേഡിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ്, സംടൈംസ് ലോസസ് ഉണ്ടാവും. പക്ഷേ ഒരു ക്വാർട്ടർലി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കണം, ലോസ് ഓർ പ്രോഫിറ്റ്, ഈ ഒരു കണ്ടീഷൻസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത്. സോ നമ്മളെന്ത് ചെയ്യുക, ഒരു മന്ത്ലി വൈസ് അനാലിസിസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗ്രോത്ത് റേഷ്യോ നമുക്കത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2.5 RR ഉള്ള ട്രേഡ്സ് എങ്കിലും എടുക്കാൻ പറ്റണം. സോ ടൈം ഫ്രെയിം ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ചില ടൈമുകളിൽ വലുതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതാകുമ്പോൾ നമുക്ക് ലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അതിനുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. എങ്ങനെയാണ് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ബേസിലും ടാർഗറ്റിൻ്റെ ബേസിലും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.